ഇഞ്ച് പോരാട്ടം തിരുവനന്തപുരത്ത് ഇപ്പോഴും നടക്കുന്നു. ഔദ്യോഗിക വിവരം അനുസരിച്ച് 17-16 ആണെങ്കിലും ഏറ്റവും ഒടുവിലത്തെ വിവരം ഇല്ലേ, വോട്ടർ 29 LDF 27 NDA എന്നുള്ളതാണ്. നിസാര വോട്ടുകൾക്കാണ് പലയിടങ്ങളിലും വിജയം മാറി മറിയുന്നത് എന്നുള്ളതാണ്. അതേസമയം കൊച്ചി കോർപ്പറേഷനിൽ UDFന്റെ മുൻതൂക്കം 41 സീറ്റുകൾ. ഞങ്ങൾ ആദ്യം നൽകിയ വിവരമായിരുന്നു, അത് കൃത്യമായിരുന്നു. ഡാനി നൽകിയ വിവരം 41 സീറ്റുകളിൽ UDF, അതായത് കേവല ഭൂരിപക്ഷത്തിലും കൂടുതൽ സീറ്റുകളിൽ ലീഡുണ്ട് എന്നുള്ളതാണ്. അവിടെ മേയർ സ്ഥാനാർത്ഥികളായി 2 പേരാണ് UDFിൽ കണക്കാക്കിയിരുന്നത്. ദീപ്തി മേരി വർഗീസ് സ്റ്റേഡിയം വാർഡിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിന് ആശ്വസിക്കാവുന്ന കാര്യമാണ് സംഭവിക്കുന്നത് കൊച്ചി കോർപ്പറേഷനിൽ. അതേസമയം VK മിനിമോൾ ജയിച്ചു എന്നുള്ളതുമുണ്ട്. കോൺഗ്രസിന്റെ 2 പ്രമുഖർ, അതിൽ VK മിനിമോൾ ജയിച്ചു, ദീപ്തി മേരി വർഗീസ് ലീഡ് ചെയ്യുന്നു. 2 പേരും മേയർ സ്ഥാനത്തേക്ക് കൊച്ചി കോർപ്പറേഷനിൽ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ UDFിനാണ് മേൽക്കൈ, 10 ഇടത്ത്, LDF 7 ഇടത്ത് എന്നുള്ളതാണ്. പള്ളിക്കൽ പഞ്ചായത്തിൽ തർക്കമുണ്ടായിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ BJPയുടെ 3 പോസ്റ്റൽ വോട്ടുകൾ കാണാനില്ല. EVM എണ്ണിയപ്പോൾ BJP ആയിരുന്നു മുന്നിൽ, പോസ്റ്റൽ വോട്ട് കൂടി കൂട്ടിയപ്പോൾ ടൈ ആയി എന്നുള്ളതാണ് തർക്കത്തിന് കാരണമായിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ചക്കമാടം ഡിവിഷനിൽ LDF ജയിച്ചു. പെരിന്തൽമണ്ണയിൽ UDF വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് മലപ്പുറത്ത് ആകെയുള്ള 12 നഗരസഭകളിൽ 11ഇടത്തും ലീഡ് ഉള്ളത് UDFിനാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയും ഏലൂരും ഒഴികെ എല്ലാ നഗരസഭകളിലും ലീഡുള്ളത് UDFിനാണ്. തൃപ്പൂണിത്തുറയിൽ BJPക്കാണ്, NDAക്കാണ് ലീഡ് എന്നതും എടുത്തു പറയണം. ഇപ്പോഴിതാ മറ്റൊരു വിവരമുള്ളത് കോട്ടയത്ത് നിന്നാണ്. അതായത് ജോസ് കെ മാണിയുടെ വാർഡിൽ UDF വിജയിച്ചു എന്നുള്ളതാണ്. 22ാം വാർഡിൽ UDFിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. കാരണം ജോസ് കെ മാണിയുടെ വാർഡിൽ ആണ് UDFിന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിട്ടുള്ളത്. രജിത പ്രകാശ് ആണ് 55 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന. പാലായിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് പാലാ നഗരസഭയിലേക്ക് നടക്കുന്നത്. 8-7 എന്നുള്ളതാണ്. ആകെയുള്ള വാർഡുകളുടെ എണ്ണം 26 പാലാ നഗരസഭയിൽ. അതിൽ 14ഇടത്തെ മെജോറിറ്റി വേണ്ടത്, ഭൂരിപക്ഷത്തിന് വേണ്ടത് 14 8ഇടത്ത് LDF, 7ഇടത്ത് UDF, മറ്റുള്ളവർ 6 എന്നുള്ളതാണ്. സ്വതന്ത്രം മത്സരിക്കുന്നുണ്ട് പാലായിൽ. അതിനിർണായകമാണ്. അവിടെ സ്വതന്ത്രരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ജോസ് കെ മാണിക്ക് തിരിച്ചടി തന്നെയാണ് പാലായിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലും ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാത്രമല്ല, UDF ആണ് നഗരസഭകളിൽ കോട്ടയത്ത് ലീഡ്. ഏറ്റുമാനൂരിൽ ലീഡ് UDFിന്, കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ലീഡ് UDFിന്, വൈക്കത്ത് ലീഡ് UDFിന് എന്നുള്ളതാണ്. പാലായിൽ മാത്രം 1 സീറ്റിന് ലീഡ് ചെയ്യുന്നു LDF. വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം. NDA മുന്നിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നേരത്തെ 29-27 എന്ന നിലയിലായിരുന്നു കണക്കുകളെങ്കിൽ വീണ്ടും അത് മാറി മറിയുന്നു. NDAയും 30 എന്ന നിലയിലേക്ക്. UDF 7 എന്നുള്ളതാണ്. 30 സീറ്റുകളിൽ LDF, 30 സീറ്റുകളിൽ BJP എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അങ്ങനെ തിരുവനന്തപുരത്ത് വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആദ്യ കണക്കാണിത്. നേരത്തെ കൊച്ചിയിലും ആദ്യ UDFിന്റെ ലീഡ് 41-ലെത്തിയത് ന്യൂസ് 18 നൽകിയത്. അതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ ലീഡ് ഉൾപ്പെടെയാണ് 41 അല്ലേ? ലീഡ് ഉൾപ്പെടെ 41 എന്ന് പറയുമ്പോൾ അത് വലിയ ഭരണ പ്രതീക്ഷ. കൊച്ചി തിരിച്ചു പിടിക്കാമെന്ന വലിയ ഭരണ പ്രതീക്ഷ നൽകുമ്പോൾ തിരുവനന്തപുരമാണ് പിടികൊടുക്കാത്തത്. എങ്കിൽ തിരുവനന്തപുരത്ത് എടുത്തു പറയാനുള്ളത് ഈ 30 സീറ്റിൽ ലീഡ് ചെയ്യുന്നത് NDA. അതിൽ 18 സീറ്റ് ജയിച്ചതാണ്. 12 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. LDF 16 സീറ്റിൽ ജയിച്ചു, 14ഇടത്ത് ലീഡ് ചെയ്യുന്നു. അങ്ങനെ 30 എന്നുള്ളതാണ്. ജയിച്ചത് കണക്കുകളുമുണ്ട്, ലീഡ് ചെയ്യുന്ന കണക്ക്. അതായത് തത്സമയം ഈ വിവരങ്ങൾ നൽകുകയാണ്. കാരണം തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യം, കൊച്ചിയുടെ പ്രാധാന്യം അത് കണക്കിലെടുത്താണ് തത്സമയം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 41ഇടത്ത് ലീഡ് ചെയ്യുന്നത് UDF ആണ്. അതേസമയം തിരുവനന്തപുരത്ത് 30 എന്നുള്ള കണക്കാണ്. തൃശൂർ കോർപ്പറേഷനിലും ഇപ്പോൾ UDFിന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിലേക്ക് പോകുന്ന, അതായത് തിരുവനന്തപുരത്ത് മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല എങ്കിലും കൊച്ചിയും തൃശ്ശൂരും അതായത് ഇഞ്ചോടിഞ്ച് എന്ന നിലയിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ തൃശ്ശൂർ കോർപ്പറേഷൻ ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ്. കട്ടപ്പന നഗരസഭയിൽ മുൻ MLA EM അഗസ്തി തോറ്റു എന്നുള്ളതാണ്. 60 വോട്ടിന് തോറ്റു. 3 തവണ MLA ആയിട്ടുള്ളയാളാണ് അഗസ്തി. അദ്ദേഹം തോറ്റു. കട്ടപ്പനയിൽ നിന്നുള്ള വാർത്ത വരുമ്പോൾ അത് തീർച്ചയായും EM അഗസ്തിയുടെ തോൽവിയാണ്. ഒപ്പം
ശ്രീജിത്ത് നൽകുന്ന വിവരങ്ങൾ കൂടി പങ്കുവെക്കുകയാണ്. ടോം നൽകുന്ന മറ്റൊരു വിവരമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കോർപ്പറേഷന്റെ സീറ്റ് നില മാറി മറിയുകയാണ്. അവിടെ LDF 14 എന്നതാണ് ടോം നൽകുന്ന വിവരങ്ങൾ. UDF 26, NDA 6 എന്നിങ്ങനെയാണ്. കോൺഗ്രസ് വിമതർ 3 എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റികളിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. അതിൽ LDF 5 ഇടത്ത്, UDF 2 ഇടത്ത് എന്ന നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതായത് തൃശ്ശൂരിൽ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ എന്തായാലും UDFന് ആശ്വാസമേകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. തിരുവനന്തപുരം ആണ് പക്ഷേ ഇപ്പോഴും പിടികൊടുക്കാത്തത്. NDAയോ LDFോ. LDFന് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. വോട്ടെടുപ്പിന് ശേഷം തിരുവനന്തപുരം നിലനിർത്തും എന്നുള്ളത് തന്നെയായിരുന്നു LDFന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം NDA നടത്തുന്നു തിരുവനന്തപുരത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചത് തലസ്ഥാനം തന്നെയായിരുന്നു. ആ തലസ്ഥാന നഗരത്തിൽ ആണ് ഇപ്പോൾ എന്നുള്ളതാണ്. ജയിച്ച സീറ്റുകൾ നോക്കുകയാണെങ്കിൽ 18-16 ആണ്. പക്ഷേ ലീഡ് ഉൾപ്പെടെ നോക്കുമ്പോൾ 30 ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇപ്പോഴത്തെ നില. വീണ്ടും NDA മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് NDA 30 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ LDFന് ലീഡ് നില കുറയുന്നു. 27ലേക്ക് ലീഡ് നില കുറയുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഒരു മേൽക്കൈ എന്നോ അപ്രമാദിത്വമെന്നോ ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAയുടെ മേൽക്കൈ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ഇതാ 30-27, അതായത് UDFന് 7, LDFന് 27, NDAക്ക് 30 എന്ന നിലയിൽ NDA മുന്നിട്ട് നിൽക്കുകയാണ്. അതാണ് തിരുവനന്തപുരത്തെ അവസ്ഥ. തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് കോർപ്പറേഷനിൽ മാത്രമല്ല മുനിസിപ്പാലിറ്റി പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ UDFന് ലീഡ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേസമയം കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും പരവൂരിലും ഈ 3 മുനിസിപ്പാലിറ്റികളിലും LDF ആണ് ലീഡ്. പക്ഷേ കൊല്ലം കോർപ്പറേഷൻ UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. കൊല്ലത്ത് LDFന്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ പോവുകയാണോ UDF എന്നുള്ളതാണ്. കൊല്ലത്ത് ലീഡ് ചെയ്യുന്നു. പുനലൂർ നഗരസഭയിലും ലീഡ് നേടിയിരിക്കുകയാണ്. ഇപ്പോൾ പാലായിൽ ജോസ് കെ മാണിക്ക് കനത്ത തിരിച്ചടി തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാലായിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് പാലായിൽ നിന്ന് പുറത്തു വരുന്നത്. ഇടതുമുന്നണിയുടെ ഭാഗമാക്കി ജോസ് കെ മാണിയെ മാറ്റിയെങ്കിലും ഇനി ജോസ് കെ മാണിക്ക് ഇടതുമുന്നണിയിൽ തുടർന്നുകൊണ്ട് എത്രത്തോളം ഭാവിയുണ്ട്, ഇടതുമുന്നണിയിലെ ജോസ് കെ മാണിയുടെ നില സുരക്ഷിതമാണോ എന്ന ചോദ്യങ്ങൾ ഉയരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ പാലായിൽ നിന്ന് വരുന്നു. അവിടെ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ഒപ്പം കിഴക്കമ്പലം മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളം ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളിൽ മാറ്റുരയ്ക്കുന്ന കിഴക്കമ്പലത്ത് അടക്കം 2020 മുന്നേറ്റം നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കിഴക്കമ്പലം നിലവിൽ ഭരിക്കുന്നത് 2020 അവിടെ 11 വാർഡുകളിലും 2020 ലീഡ് ചെയ്യുന്നത്. മറുഭാഗത്ത് കോൺഗ്രസും CPIM-ഉം പാലായിൽ ഇടതിന് ഭരണം നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് വന്നിരിക്കുന്ന മറ്റു ചില വിവരങ്ങളുണ്ട്. അതായത് ബിജു പുളിക്കക്കണ്ടം, ബിനു പുളിക്കക്കണ്ടം, ദിയ ബിനു പുളിക്കക്കണ്ടം ഈ 3 പേരും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് രഹസ്യമായ വിവരങ്ങൾ. അവരവരുടെ ഡിവിഷൻ വാർഡുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അതായത് അവിടെ സ്വതന്ത്രർ തീരുമാനിക്കും ആര് ഭരണത്തിലേറണം എന്ന്. ശ്രീജിത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീജിത്ത്, പാലായിൽ ഇടതു ഭരണം നഷ്ടമാകുമ്പോൾ അത് എന്ത് സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്?